ഹലോ എവ്രി വൺ, നമസ്കാരം ഉണ്ട് കേട്ടോ. സൗമ്യസ് ആർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് കോഴ. അതായത് നമ്മൾ 3 കിഴങ്ങ് വർഗ്ഗങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഈ കോഴ ഉണ്ടാക്കുന്നത്. അതായത് ഇത് കാവത്ത് കിഴങ്ങാണ്. ഇവിടെ കാവത്ത് എന്നാണ് പറയണത്. എനിക്കൊന്ന് ഇവിടെ കാച്ചിൽ പറയേണ്ടത് തോന്നുന്നു, എനിക്കൊരു ഐഡിയ ഇല്ല. ഇവിടെ പാലക്കാട് ഭാഗത്ത് ഇതിനെ കാവത്ത് എന്നാണ് പറയണത്. ഞങ്ങൾ കാച്ചിൽ പറയണത് ഈ കാവത്തിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ കായുണ്ട്, അതിന് ഞങ്ങൾ കാച്ചിൽ എന്ന് ഇവിടെ പറയാറ്. അപ്പോൾ ആരോ പറയണ കേട്ടു കാവത്തിനെ കാച്ചിൽ എന്ന്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടത്. ഇവിടെ പാലക്കാട് ഭാഗത്ത് ഇതിനെ കാവത്ത് എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ 1/2 കിലോ കപ്പ, പിന്നെ 1 മുറി തേങ്ങ ചിരവിയത്. അതുപോലെ എനിക്കിത് എക്സാക്ട്ലി 1/2 കിലോ ഇല്ല, അതിൽ കുറച്ച് കുറവാണ്, 1/4 കിലോന് മുകളിലുണ്ടാവും. ഇത് ചേമ്പാണ്, ചേമ്പ് മുറിച്ചത് കേട്ടോ. പിന്നെ ഇതിൽ 1.5 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഞാനിവിടെ. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, അതുപോലെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കടുക് വറുക്കാനായിട്ട് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല. ഇവിടുത്തെ കറിവേപ്പിൻ്റെ ഇല കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു കറിവേപ്പിൻ്റെ ഇല വെക്കണോ വേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ നിങ്ങളൊക്കെ എൻ്റെ സ്വന്തം ആൾക്കാരല്ലേ, അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണങ്ങിയ കറിവേപ്പില തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഫ്രഷ് കറിവേപ്പില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് കറിവേപ്പില വെക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞൊന്നും ഓർമ്മയില്ല, 1 തേങ്ങ ചിരവിയത് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ട. പിന്നെ ഇതിന് പുറമെ നമുക്ക് കടുക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ വേണം, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും വേണം. അപ്പോൾ അത്രേ വേണ്ടൂ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തേങ്ങ ഉണ്ടല്ലോ, ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ 2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. അതുപോലെ 2 ചുവന്നുള്ളി, പിന്നെ പച്ചമുളകുണ്ടല്ലോ അതിനെ പൊട്ടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നെ ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചിട്ടാൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങളെ വേണ്ടുള്ളൂ. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുക്കാൻ അനുസരിച്ച് നമ്മൾ ചതച്ചെടുക്കാൻ പറയില്ലേ, അതായത് പീരയ്ക്കൊക്കെ ചതച്ചെടുക്കണ പോലെ ചതച്ചെടുക്കുക കേട്ടോ. അതായത് വെള്ളം ചേർക്കാനേ പാടില്ല. ഓക്കെ, അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇത് കണ്ടോ, ഞാൻ നന്നായിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അറിയാൻ മതി കേട്ടോ. അത് ആണ് നമ്മൾ ചതച്ചെടുക്കേണ്ടത്. അപ്പം ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, ഈ കിഴങ്ങുകളെല്ലാം കൂടിയിട്ട് ഒന്ന് വേവാനിടുക. അപ്പോൾ നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. നമുക്ക് ഗ്യാസ് ഒന്ന് കൊളുത്തി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേമ്പ് കൊടുക്കാം. അതുപോലെ കപ്പ 1/2 കിലോ എടുത്ത് അതിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ കാവത്ത് ഇത് ഇട്ട് കൊടുക്കാം. വലിയ പീസസായി കിടന്നാലും കുഴപ്പമൊന്നുമില്ല, ഇട്ടോളൂ, അങ്ങനെ ഇട്ടോളൂ കേട്ടോ. കാരണം നമുക്കിത് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാനുള്ളതാണ്. ഇതിനി വെന്ത് വരുമ്പോഴേക്കും നമ്മളിത് ഉടച്ചുടച്ച് കൊടുക്കും കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം എങ്ങാനും വെള്ളം കൂടിപ്പോയി എന്ന് തോന്നുന്ന പക്ഷം നമുക്ക് കുറച്ച് ഊറ്റിക്കളയാവുന്നതാണ് വെള്ളം, കുഴപ്പമില്ല. ഇത് മുഴുവൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഏകദേശം അരഭാഗത്തോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പകുതി നമ്മൾ
ഓൾറെഡി ആ തേങ്ങ ഒന്ന് ചതച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി മഞ്ഞൾപ്പൊടി നമ്മൾ ഇപ്പം ചേർത്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ റൂട്ട് വെജിറ്റബിൾസ്, അതായത് കാവത്ത്, ചേന, ചേമ്പ്, അതുപോലെ ചെറുകിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, കൂർക്ക, ഇതൊക്കെ വേവിക്കുമ്പോൾ, അതായത് കിഴങ്ങ് രൂപത്തിലുള്ള എന്ത് വേവിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി എപ്പോഴും ചേർത്ത് കൊടുക്കണം. കാരണം മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവണതല്ലേ അത്. അപ്പോൾ കുറേ ബാക്ടീരിയാസൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് മഞ്ഞൾപ്പൊടി എപ്പോഴും ആൻറ്റിബയോട്ടിക്കും ആൻറ്റി ഫംഗലുമാണ്. ഇപ്പം ക്യാൻസറിന് പോലും മരുന്നായിട്ട് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ്. എല്ലാ ദിവസവും രാത്രി മഞ്ഞൾപ്പൊടി ഇട്ട പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ, അതായത് 2 ഗ്ലാസ് പാലിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി തിളപ്പിച്ച് അതിനെ 1 ഗ്ലാസ് ആക്കി മാറ്റി അതിനെ കുടിച്ചിട്ട് കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ വരില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതിൽ പഞ്ചസാര ഒന്നും ഇടാൻ പാടില്ല. ആ പാല് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ മതി. അപ്പം ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം, അതായത് വെന്ത് കുഴഞ്ഞ് വരുന്ന ഒരു പരുവത്തിലാവണം. അപ്പോൾ അതുവരെ ഒന്ന് നമുക്ക് വേവിക്കാം. ഏകദേശം 15 മിനിറ്റ് എങ്ങനെ പോയാലും വേണ്ടി വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കുക്കറിലിട്ടിട്ട് ഒരു 2-3 വിസിൽ വെക്കാം കേട്ടോ. അതും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. നമ്മളിത് ഇടയ്ക്കിടയ്ക്കൊന്ന് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് വെന്തിട്ട് നമുക്കൊന്ന് കൺഫേം ചെയ്യാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തവി വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഉടയ്ക്കാം. ഞാനിതിൽ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ ഉപ്പ് മതിയോന്ന്. പോരെങ്കിലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇന്ന് ചെറിയ പീസൊന്നും എടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഇതിൽ ഉപ്പ് പോരാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഉടയ്ക്കുക. ഞാൻ കപ്പ 3-4 പ്രാവശ്യം കഴുകിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമലി കപ്പ വേവിച്ചിട്ട് വെള്ളം കളയാറാണ് പതിവ് അല്ലേ. കാരണം അതിൽ സയനൈഡിൻ്റെ ഒരു ചെറിയൊരു അംശം ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് വയറിളക്കം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് നോർമലി അങ്ങനെ ചെയ്യുന്നത്. ഞാനിതിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മളിതിൻ്റെ കൂടെ വേറെ പച്ചക്കറികളും ഇടുന്നില്ലേ, അപ്പം അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുഴ എന്നുള്ള പേര് പോലെ തന്നെ ഇപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തില്ലേ നമ്മൾ. ഇനി ഞാൻ എന്തായാലും ഫ്ലെയിം കുറച്ചിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് തേങ്ങയും ജീരകവും പച്ചമുളകും, അതുപോലെ തന്നെ ഒരു 2 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതൊരു ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിക്കുന്ന സമയത്ത്. നമ്മൾ സാധാരണ കപ്പ മാത്രം ഇങ്ങനെ പുഴുക്ക് പോലെ ഉണ്ടാക്കി കഴിക്കും. ഇത് പുഴുക്കല്ല ആക്ച്വലി, ഇത് പേര് പോലെ തന്നെ ആലപ്പുഴ സൈഡൊക്കെയാണ് ഇത് ഫേമസ് കേട്ടോ. ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ആലപ്പുഴക്കാരി ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാം ഇതിൻ്റെ റെസിപ്പിന്ന്. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് ഒന്ന് കടുക് വറുത്ത് കൊട്ടണം അതിലേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഞാൻ ഇതിനെ മാറ്റിയിട്ട് അപ്പുറത്തെ സ്റ്റൗവിലേക്ക് വെക്കട്ടെ. ഞാനൊരു ചെറിയ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ, ഒന്ന് വെച്ചട്ടെ. ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. ഉഴുന്ന് പരിപ്പ് പെട്ടെന്ന് ചോക്കും.
അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉഴുന്ന് പരിപ്പ് ഇട്ട് കേട്ടോ. ഒരു 3 വറ്റൽമുളക് ഞാനത് കാണിക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് കാണിക്കുമ്പോൾ പറയാൻ വിട്ടുപോയതാണ്. അതും കൂടി ഇട്ട് കൊടുക്കുക. അതിന് പുറമെ കറിവേപ്പില. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ ആ കറിവേപ്പിലേക്ക് നല്ലത് കേട്ടോ, കുറച്ചും കൂടെ മണമൊക്കെ കിട്ടും. ഞാൻ ഇതിനെ മാറ്റിയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതിനെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കാം. ഞാൻ സാധാരണ ഈ കോഴയുടെ കൂടെ എനിക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോൺസ് മസാലയാണ്. അല്ലെങ്കിൽ നമ്മുടെ ആലപ്പുഴ സ്റ്റൈൽ മീൻ കൂട്ടാനില്ലേ, മീൻ മുളകിട്ടത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സംഭവം 2 ഡിഷും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ആലപ്പുഴ മീൻകറിയുടെ മാത്രമല്ല, ഇതിൻ്റെ കൂടെ നോർമലി മീൻ കറിയാണ് കുറച്ചും കൂടെ നന്നായിട്ട് പോവാം. അതുപോലെ സ്ക്വിഡിൻ്റെ മസാല, ഓ വാവ്, അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ കറി കൂടിയും കഴിക്കാം. പക്ഷേ എനിക്ക് പൊതുവേ മീൻ കറി കൂടെ കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഫീൽ ചെയ്തിരിക്കണം. അപ്പോൾ കാണുമ്പോൾ തന്നെ അടിപൊളിയല്ലേ. നമുക്ക് ഒരു കിഴങ്ങിട്ട് ഉണ്ടാക്കിയാൽ തന്നെ കഴിച്ച് മരിക്കും നമ്മൾ. അപ്പോൾ 3 കിഴങ്ങ് കൂടിയിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു അവസ്ഥ പറയണ്ടല്ലോ. അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ എന്നെ നോർമലി എപ്പോഴും വിളിക്കുന്നത് ആദിവാസി എന്നാണ്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പൊതുവേ കിഴങ്ങുകളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. നമ്മൾ കേരളീസ് എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. മാത്രമല്ല ഈ നോർമലി കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുടെ റെസിപ്പീസൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഹെൽത്തി റെസിപ്പീസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ മീൻ കൂട്ടാൻ്റെയും പ്രോൺസ് മസാലയുടെയും ഞാൻ വെറൈറ്റീസ് ഓഫ് മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എറണാകുളം സ്റ്റൈൽ മീൻ കറിയാണ്. അപ്പോൾ മാത്രമല്ല, അതുപോലെ തന്നെ ഇടുക്കി സ്റ്റൈൽ മീൻ കറി, അതൊക്കെ ഭയങ്കരമായിട്ട് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ലേ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നാളെ ഞാനൊരു വെറൈറ്റി പുതിയൊരു റെസിപ്പി അല്ലെങ്കിൽ ഒരു നാടൻ റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ അതുവരെ ബൈ, ടേക്ക് കെയർ. ഇതാണ് കോഴയുടെ ക്ലോസ് വ്യൂ.